ഇപ്പോൾ ഈ അച്ഛനിപ്പോൾ തിരുവോസ്തി എഴുന്നള്ളിച്ചുകൊണ്ട് വരികയാണ്. പ്രോഗ്രാം കഴിഞ്ഞു. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടത് വീണ്ടും തിരുവോസ്തിയിലെ ലൈറ്റും ഒന്നും ഇപ്പോൾ കാണുന്നില്ല. ഏതായാലും ഇപ്പം നിങ്ങൾ അതിനകത്ത് കാണുന്നത് രക്തം. ഞാനത് കണ്ടുകൊണ്ടാണ് ഇത് ഓപ്പൺ ചെയ്തത്. തിരുരക്തം ഒരു ഡ്രോപ്പ് ആ അവസ്ഥയിൽ നോക്കിക്കൊണ്ടിരിക്കണം. തിരുരക്തം ഒരു ഡ്രോപ്പ് ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്നത് കാണാം. അത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. നിങ്ങളിവിടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ അതൊന്നും കാണുന്നില്ല. നിങ്ങളൊന്ന് നോക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് നേരം കഴിയുമ്പം കാണാം നിങ്ങൾക്ക്. അതാ കണ്ടോ, ആ തിരുരക്തം ഇവിടെ ഒഴുകുന്നത് കണ്ടോ? ഒഴുകി ഇറങ്ങുകയാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട്. ഒരു മൂവ്മെൻറ്റ്, ഇതിൽ ഒരു മൂവ്മെൻറ്റും കാണാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു ഐഡിയ. അതാ ഇപ്പോഴും കണ്ടില്ലേ, ആ ഒരു മൂവ്മെൻറ്റ് കാണുന്ന കണ്ടില്ലേ? ഞാൻ നേരത്തെ കണ്ടിട്ട് വല്ലാണ്ടായിപ്പോയി. അതാ അപ്പം അച്ഛൻ അവിടെ വെറുതെ മുട്ടുകുത്തിക്കാണേ. അച്ഛൻ ഹോസ്തിയിൽ തൊടുന്നില്ല. അച്ഛൻ അതിൻ്റെ പുറകിലൊരു സ്റ്റൂളിട്ട് ഒരു PU ഉണ്ട്, അതിലാണ് അച്ഛൻ മുട്ടുകുത്തി നിൽക്കുന്നത്. അപ്പം നിങ്ങൾ കണ്ടോണം. അതാ അത് രക്തം മുറിഞ്ഞതുപോലെ അതാ കണ്ട, രണ്ടായിട്ട് മുറിയുന്നു, പിന്നെ വീണ്ടും ഒന്നിച്ച് ചേരുന്നു. ഈ ഭാഗത്താണ് നിങ്ങൾ നോക്കേണ്ടത്. ഇതാ ഇവിടെയാണ് നോക്കേണ്ടത്. കുറച്ചു നേരം കണ്ടിട്ട് എനിക്ക് അപ്പം തന്നെ അതാ വീണ്ടും വരുന്നു. അതാ പിന്നെയും പോകുന്നു. അപ്പോൾ അച്ഛൻ മാറി നിൽക്കുകയാണല്ലോ, അച്ഛൻ തൊടുന്നില്ലല്ലോ. അച്ഛൻ തൊട്ടാൽ ഇതിനകത്തങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ കണ്ട അതാ വീണ്ടും ശക്തമായിട്ട് ഒരു തുള്ളിയായിട്ട് ഇങ്ങനെ ഇറങ്ങിക്കാണുന്നുണ്ടല്ലോ നിങ്ങൾ. ഓ ഈശോയെ, അതാ പിന്നെ അതാ കണ്ട ഒഴുകി താഴേക്ക് ഇങ്ങനെ പെട്ടെന്ന് ഈ നമ്മൾ ജനാലയുടെ പുറത്ത് കണ്ണാടിച്ചില്ലിൻ്റെ ഒക്കെ പുറത്ത് ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടില്ല, മഴ പെയ്ത് കഴിഞ്ഞ് ചില കാറിൻ്റെ ഗ്ലാസ്സിലൊക്കെ മഴ പെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ചെറിയ തുള്ളി ഇങ്ങനെ ഒഴുകി താഴോട്ട് വന്ന് വലുതായിട്ട് താഴേക്ക് ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്ന, അങ്ങനെയാണ് എനിക്കിത് തോന്നിയത് കേട്ടോ. ഇപ്പം ഇതിൽ കുഞ്ഞാടൊന്നും അതാ പിന്നെ ആ തിരക്കം കണ്ടോ ഒഴുകുന്നത് കണ്ടു. യേശുവേ യേശുവേ യേശുവേ, ഓ യേശുവേ, അതാ ഒഴുകി അവിടേക്ക് ഇറങ്ങി വീണ്ടും. ഈ ഒരു ഭാഗത്ത് മാത്രമേ അത് കാണുന്നുള്ളേ. യേശുവേ, അച്ഛൻ നിലത്ത് മുട്ടുകുത്തിക്കാണ്. അച്ഛനെ എത്ര ഉയർത്തി കൈപൊക്കിയെന്ന് പറഞ്ഞാലും ഇതിലിപ്പോൾ തൊടാൻ പറ്റില്ല. കാരണം അച്ഛൻ അത്രയ്ക്ക് താഴെയാണ് നിൽക്കുന്നത്. ഇത് ആൾക്കാരുടെ പുറത്താണല്ലോ. ഞാൻ ഒന്നും കൂടെ ഒന്ന് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണേ. ഓ, എങ്ങനെ ഇത് വിവരിക്കാൻ കഴിയും? ആരെ വിശ്വസിപ്പിക്കാൻ കഴിയും? എനിക്ക് കർത്താവ് ഇതെല്ലാം കാണിച്ചു തരുന്നുണ്ട്. വിശ്വസിക്കാൻ താല്പര്യമുള്ളവർ വിശ്വസിക്കട്ടെ, അവരത് ഏറ്റെടുക്കട്ടെ. ഞാൻ എന്താണ് പറയുക എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെ തിരുരക്തമൊക്കെ ഒഴുകാനായിട്ട് എവിടെയാണ് കണ്ടിരിക്കുന്നത്? നമ്മളെ ആൾത്തറയിൽ ഈ ഫോണിന് സ്റ്റാൻഡ് അത് ഇത്ര ശരിയല്ല. മേൽവശത്ത് നീല കളർ കാണുന്നുണ്ട്. അപ്പോഴല്ലേ എനിക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റുന്നത് തിരുരക്തം തന്നെയാണ്. അതാ ഓ യേശു, ഈ തിരുരക്തം എൻ്റെ മകളുടെ ആത്മാവിൽ, പാപികളായ എല്ലാവരുടെ ആത്മാവിൽ വീഴ്ത്തണ ഈശോയെ. യോ, നിങ്ങൾ മക്കളെ, നിങ്ങളുടെ എത്ര പേർക്ക് മാനസാന്തരം വേണം? കള്ളുകൂടിയുണ്ട്, ഭർത്താക്കന്മാർ അതാണ് ഇതാണെന്നൊക്കെ നിങ്ങൾ എഴുതുന്നുണ്ട്, ജോലിയുടെ കാര്യമൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. ജീസസ്, അപ്പോൾ വേറെ മേൽക്കൂടെ വേറെ സ്ഥലക്കൂടെ ഒഴുകുന്നുണ്ട് കേട്ടോ. കാണുന്നില്ല, പക്ഷെ അവിടെ ഫോം ചെയ്തിട്ടുണ്ട് ഒരു ലൈന്. rafforzamento per i sofferenti, la crescita nella fede e nell'amore per tutti i giusti, il viatico per gli agonizzanti, affinché la loro morte sia un passaggio sicuro per la casa del Padre
adorino la tua misericordia compresa nello അതാ വീണ്ടും കണ്ട che nei loro cuori ഇടത്തെ സൈഡിൽ ഞാൻ ആ പോയിന്റ് അതാ അവിടെ അനക്കം കാണുന്നുണ്ട് അതോ ഈശോയെ ഇതൊരിക്കലും അവിടെ കാണാൻ പാടില്ല. ഈ തിരുവോസിൽ ഒരു സൈഡിൽ മാത്രമായിട്ട് എങ്ങനെയാണ് കാണുന്നത്, ഒരു ലേശമായിട്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.